ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു പെരുമാറ്റങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും. എങ്ങനെയാണ് നമുക്കൊരു ഇമോഷണൽ റെഗുലേഷൻ ഈ വ്യക്തിയിൽ കൊടുക്കാനായിട്ട് സാധിക്കുക? സ്നേഹമുള്ളവരെ, മനസ്സും മനഃശാസ്ത്രവും എന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ക്ലിനിക്കൽ സെറ്റിങ്ങിൽ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പലരും എന്നോട് പറയാറുണ്ട്, അച്ചോ, എൻ്റെ ഭാര്യയുടെ ഈ സ്വഭാവം കൊണ്ട് ഞാൻ മടുത്തു. കാരണം ഇവളുടെ ഒപ്പം മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഒരു ചെറിയ കാര്യം പറയുമ്പോഴേക്കും ഇവൾ വളരെ പൊട്ടിത്തെറിക്കുന്നു, ഒരു പക്ഷെ വയലൻ്റ് ആവുന്നു. ഒരു ബാലൻസ്ഡ് അല്ലാത്ത പെരുമാറ്റമാണ്. ഒരാഴ്ചയെങ്കിലും ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു പെരുമാറ്റങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. കാരണം അത്രയധികം ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്നേഹം വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വളരെ സ്നേഹമാണ്. ഒരല്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് അവളുടെ മൂഡ് മാറുന്നു. പലപ്പോഴും അവൾ ഞാൻ ചത്ത് കളയുമെന്ന് പോലും പറയുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതിരില്ലാ വ്യക്തിത്വം. ഇന്ന് ഈ അതിരില്ലാ വ്യക്തിത്വത്തിന് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സൈക്കോതെറാപ്പിയാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. മാർഷൽ ലിൻഹൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞയാണ് ഈ ഒരു സൈക്കോതെറാപ്പി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഇത് തേർഡ് വേവ് സൈക്കോതെറാപ്പി എന്നാണ് പറയുന്നത്. ഇതിലൊരു ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മകത എന്ന് നമ്മൾ പറയും. ഇതിലെന്താണ് ഈ വൈരുദ്ധ്യാത്മകത? ഓപ്പോസിങ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ശ്രമിക്കുകയാണ്. ഇതിലൊരു കോറായിട്ടുള്ള ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട കോർ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു വ്യക്തി ആ വ്യക്തിയെ തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, യു അക്സെപ്റ്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ യു അക്സെപ്റ്റ് റിയാലിറ്റി. നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി കംസ് ബിഹേവിയർ ചേഞ്ച്, പോസിറ്റീവ് ബിഹേവിയർ ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേൺ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും. ദുഃഖവും സന്തോഷവും മാറി മാറി വരുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദുഃഖവും സന്തോഷവും വരുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കുക എന്നതാണ് ഈ ബിഹേവിയർ തെറാപ്പിയിൽ, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായം ഇവിടെ വളരെ ആവശ്യമാണ്. ഇവിടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അനലൈസിങ് ദ പർട്ടിക്കുലർ ക്ലയൻറ്റ് എന്ന് പറയും. ഈ പർട്ടിക്കുലർ ഈ ക്ലയൻറ്റിൻ്റെ സൈക്കോ ഡൈനാമിക്സിനെ നമ്മൾ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ. അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അവൻ്റെ ഫീലിങ്ങും തിങ്കിങ്ങോട് കൂടെ ഈ വ്യക്തിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു തെറപ്പിസ്റ്റ് എന്ന നിലയിൽ വർക്കൗട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷനാണ്. ഒരു അൺസ്റ്റേബിൾ ഇമോഷണൽ പാറ്റേൺ ആയിരിക്കും പലപ്പോഴും ഇത്തരം ഈ തെറാപ്പിക്ക് വരുന്ന വ്യക്തികൾ ചെയ്യുന്നത്. ഇവരിൽ പലപ്പോഴും അതിരില്ലാ വ്യക്തിത്വം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർ, ഇങ്ങനെയുള്ള വ്യക്തികളിലാണ് ഈ ഒരു തെറാപ്പി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഇമോഷണൽ റെഗുലേഷൻ ഈ വ്യക്തിയിൽ കൊടുക്കാനായിട്ട് സാധിക്കുക. ജീവിത യാഥാർത്ഥ്യങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരുവിൻ്റെ കഴിവിനെയാണ് EQ അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഈ ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ഈ തെറാപ്പിയിലൂടെ നമ്മൾ അവൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് EQ എന്ന് നമ്മൾ പറയും, അതിനെ ഉയർത്താനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കുകയാണ്. അതിന് ഒരു സ്ട്രക്ചേർഡ് പാറ്റേൺ ഉണ്ട്
ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ. ഇവിടെ ഒരു തെറപ്പിസ്റ്റിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും റേപ്പ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ നമ്മൾ ഈ തെറപ്പിസ്റ്റ് ഈ വ്യക്തിയെ പഠിപ്പിക്കുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും അതിനെ അവെയറായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ വ്യക്തിത്വത്തിലെ ബോർഡർ ലൈൻ, അതിരില്ലാ വ്യക്തിത്വം അനുഭവിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള റെഗുലേഷൻ ഒരു സ്റ്റേബിൾ അല്ലാത്ത വ്യക്തികൾക്ക് ഒരു മൈൻഡ്ഫുൾനെസ് പലപ്പോഴും വളരെ കുറവാണ്. നമ്മളെ തന്നെ അവെയർ ആവാനായിട്ട് അതിസൂക്ഷ്മ തലത്തിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ രൂപപ്പെടുത്തിയ ട്രെയിൻ പ്രോസസ്സാണ്. പലപ്പോഴായിട്ട് നമ്മളത് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് നമുക്ക് വരികയും ജീവിത യാഥാർത്ഥ്യങ്ങളെ കാം ആൻഡ് ക്വയറ്റായിട്ട് പലപ്പോഴും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ അവിടെ ചെയ്യുന്ന ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ടോളറൻസ് ലെവൽ. അത് ഒരു വ്യക്തിയുടെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻ ടോളറൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇച്ഛാഭംഗങ്ങൾ സംഭവിക്കും, പ്രതിസന്ധികൾ സംഭവിക്കും, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു വ്യക്തി നമ്മളോട് പെരുമാറും, അല്ലെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലായിട്ട് ലോസ് ഉണ്ടായിരിക്കും, മാനഹാനി സംഭവിക്കും, എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ മനുഷ്യജീവിതം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ അവൻ്റെ ആ ഫ്രസ്ട്രേഷൻ്റെ ടോളറൻസ് ലെവൽ, പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിരില്ലാ വ്യക്തിത്വമുള്ള വ്യക്തികൾ, ഇവരിൽ പലപ്പോഴും ഈ ഫ്രസ്ട്രേഷൻസ് വരുമ്പോഴാണ് പെട്ടെന്ന് അവർ സൂയിസൈഡ് ചെയ്യാനൊക്കെ പോകുന്നത്. അതിനെ നമുക്ക് പറയാം പെട്ടെന്നുണ്ടാകുന്നൊരു സൂയിസൈഡ് ടെൻഡൻസി. ഈ ഒരു ലെവലിനെ കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്യാനും ഈ ഫ്രസ്ട്രേഷൻ ടോളറൻസ് ലെവൽ കുറച്ചും കൂടിയും കൂട്ടാനും വർദ്ധിപ്പിക്കാനും ഈ വ്യക്തിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. അതിന് ഇമോഷൻ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇതിൽ കാണുന്നൊരു സംഗതി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. പ്രത്യേകിച്ച് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അതിലുള്ള വ്യക്തിത്വത്തിലൊക്കെ ഒരു വ്യക്തിയുടെ ബന്ധങ്ങളൊക്കെ തകർന്നടിഞ്ഞിട്ടിരിക്കുന്നത് കാണാം. ഒരു പക്ഷേ ഭാര്യ ഭർത്ത ബന്ധം പോലും, അടുത്ത കൂട്ടുകാരായിട്ടുള്ള ബന്ധം പോലും. കാരണം ഒരു വ്യക്തിക്ക് സ്നേഹം വന്ന വലിയ സ്നേഹം കാണിക്കുകയും ചെയ്യും. ഈ വ്യക്തി ഉടനടി തന്നെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുകയും ആ ബന്ധം പലപ്പോഴും തകർന്നു പോവുകയും ചെയ്യുന്നു. ഒരു സോഷ്യൽ സ്കിൽ, ലൈഫ് സ്കിൽ, അതുപോലെ ഒരു ബാലൻസ്ഡ് മൈൻഡ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഈ വ്യക്തിയെ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിക്കലായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് പലപ്പോഴും ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. തേർഡ് വേവ് സൈക്കോ തെറാപ്പിയിൽ ഇന്ന് ഗ്ലോബലി വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് കൂടിയാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി.